ഫേസ്ബുക്കിലും വാട്സാപ്പിലും ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത് അടുത്ത ദിവസങ്ങളിലാണ്. മുസ്ലിം പെൺകുട്ടികളുടെ ചിത്രങ്ങൾ സഹിതമായിരുന്നു പോസ്റ്റ്. ഈ ചിത്രത്തിൽ കാണുന്ന പെൺകുട്ടി അന്യമതസ്ഥനൊപ്പം ഒളിച്ചോടി. മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ആസൂത്രിത നീക്കം നടത്തുന്നു എന്നുമാണ് കുറിപ്പിലെ ഉള്ളടക്കം. വിവിധ പോസ്റ്റുകളിൽ ഒരേ പെൺകുട്ടിയുടെ ചിത്രത്തിനൊപ്പമുള്ള കുറിപ്പിലെ സ്ഥലങ്ങൾ വ്യത്യസ്തമായപ്പോഴാണ് യൂത്ത് ലീഗ് അന്വേഷണം ആരംഭിച്ചത്. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് നജീബ് കാന്തപുരം പാർട്ടി സംവിധാനം ഉപയോഗിച്ച് ചിത്രത്തിലെ പെൺകുട്ടികളെ കണ്ടെത്തി. എല്ലാവരും വിവാഹിതർ, ഭർത്താക്കന്മാർ, സ്വസമുദായത്തിൽ നിന്നുള്ളവർ. ആരും അന്യമതസ്ഥരുടെ കൂടെ പോയിട്ടില്ല. ഒരുപാട് പെൺകുട്ടികൾ RSSകാരുടെ കൂടെ ഒളിച്ചോടി എന്ന് പറയുന്ന ചിത്രം ഏറ്റവും വലിയ വ്യാജമായിട്ടുള്ള പ്രചരണമാണെന്ന് ബോധ്യമായി. മതവിദ്വേഷം പരത്താനുള്ള ആസൂത്രിത നീക്കമാണ് പോസ്റ്റുകൾക്ക് പിന്നിലെന്ന് യൂത്ത് ലീഗ് ആരോപിക്കുന്നു. അണിയറയിൽ ആരെന്ന കാര്യത്തിലും യൂത്ത് ലീഗിന് സംശയമില്ല. നേരത്തെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് മുസ്ലിം ചെറുപ്പക്കാരെ RSS എങ്ങനെയാണോ ആക്രമിച്ചിരുന്നത് അതിനേക്കാൾ ഭീകരമായി NDF അതിന് വിരുദ്ധമായ ഒരു പ്രചരണം നടത്തുകയാണ്. പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്തതിനെതിരെ അവരുടെ കുടുംബാംഗങ്ങളുമായി സഹകരിച്ച് നിയമ നടപടിക്കൊരുങ്ങുകയാണ് യൂത്ത് ലീഗ്. മതവിദ്വേഷം പടർത്താൻ വർഗീയവാദികൾ ഫേസ്ബുക്ക് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ പുതിയ ഉദാഹരണമാണ് ഈ സംഭവം. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.